നമസ്കാരം. എല്ലാവർക്കും ചെണ്ടപ്പാട്ട് 10ലേക്ക് സ്വാഗതം. നമ്മൾ അടുത്ത് ഏകേര ആദ്യത്തെ എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഏകേര രണ്ടാമത്തെ എണ്ണത്തിൻ്റെ ആദ്യത്തെ കാലം അത് നമ്മളിവിടെ കൊട്ടിക്കാണിക്കുകയാണ്. അത് വായ്ത്താരി ഉൾപ്പെടെ പറഞ്ഞ് ചെയ്യാം. ഈ എണ്ണത്തിൻ്റെ വായ്ത്താരി ആദ്യം ഒന്ന് പറയണം. അപ്പം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇത്തരി കിടതവും 4 എണ്ണം വയ്ക്കും. ഇത്തരി കിടത, ഇത്തരി കിടതും, ഇത്തരി കിടതാം, ഇത്തരി കിടതും, ഇത്തരി കിടതൊക്കെ ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട്ട തിക്കിള കിട്ടതൊക്കെ തരികിട തട്ടി. അതാണ് ഇതിൻ്റെ വായ്ത്താരി. അത് ആ ഒന്നാം കാലം മുഴുവനായിട്ട് നമ്മൾ നിർത്തി കാണിച്ചു. ആദ്യം നമ്മൾ ഇത്തരി കിടതൊക്കെ ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട്ട തിക്കിള കിട്ടതൊക്കെ തരികിട തട്ടിയും. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒന്ന് പഠിപ്പിച്ച് കാണിച്ചു. ഈ കാലത്തിലെ ഏറ്റവും വലിയ വായ്ത്താരിയാണിത്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള വായ്ത്താരിയാണിത്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് പഠിച്ചിട്ട് നമുക്ക് കാലം എങ്ങനെ കൊട്ടും എന്ന് പിന്നീട് നോക്കാം. ഇതിപ്പോൾ നമ്മൾ പതിച്ചെടുക്കണം എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി, പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പതിച്ചെടുക്കുന്നത്. പക്ഷേ ഇത് രണ്ടാമത്തെ എണ്ണമാണ്. രണ്ടാമത്തെ എണ്ണം ആദ്യത്തെ എണ്ണത്തിൻ്റെ താളത്തേക്കാൾ കുറച്ചുകൂടി കൂടി നിൽക്കും. അത് പറഞ്ഞു തരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പതിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ഇരട്ടി ഞങ്ങൾ കാണിച്ചു തരാം. നീണ്ട വായ്ത്താരി ആയതുകൊണ്ട് ഒരു പക്ഷേ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിനെ പാർട്ടായിട്ട് പറഞ്ഞുതരാം. അവസാനം നമുക്കത് ഏകീകരിക്കാം. ആദ്യം ഇത്തരി കിടതൊക്കെ ഇണ്ടൂർ തിക്കിള. അതൊന്ന് കണ്ടു. തത്തിക്കിള കിട തിക്കിള, തത്തിക്കിള കിട തിക്കിള. കിടതൊക്കെ തരി കിട തട്ടീം. അപ്പോൾ ഇതാണ് നമ്മൾ പിരിച്ച് പറഞ്ഞത്. ഇനി അത് മൊത്തത്തിൽ അതൊന്ന് എടുത്ത് കാണിച്ചു. ഇത്തരി കിടതക ഇണ്ടൂർ തിക്കിള, അത് ഒന്നാം എണ്ണത്തിൽ പഠിച്ചത് തന്നെയാണ്. അത് കഴിഞ്ഞ് തത്തിക്കിള കിട തിക്കിള, അതിപ്പോൾ പറഞ്ഞുതരാം. പിന്നെ കിടതക തരികിട തട്ടിയും, അത് നമ്മൾ ബേസിക്കലി പഠിച്ചതാണ്. അപ്പോൾ ഇനി തത്തിക്കിള കിട തിക്കിള എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. തത്തിക്കിള കിട തിക്കിള. തത്തിക്കിള കിട, വലത് കൈയിലൊരടി, ഇടത് കൈയിലൊരടി. തത്തി കിള കിട, വലത് കൈയിലൊരടി, ഇടത് കൈയിലൊരടി, വലത് കൈയിൽ 2 അടി. അപ്പൊ തത്തി കിള കിട അല്ലെങ്കിൽ തത്തി തിമികിട എന്നും പറയാം. തത്തിക്കിളകിട അഥവാ തത്തി തിമികിട എടുത്ത് കാണിച്ചു തരാം. ഇനി തിക്കിള, അതിൻ്റെ കൂടെ തന്നെ തിക്കിള. തിക്കിള എന്ന് പറയുമ്പോൾ ഇടത് കൈയിലൊരടി, വലത് കൈയിലൊരടി, ഇടത് കൈയിലൊരടി. തിക്കിള. നമ്മൾ ഈ വായ്ത്താരി പറയുമ്പോൾ ആ താളത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതേ കണക്കെ എടുക്കാവൂ, അല്ലാതെ തോന്നിയതുപോലെ എടുക്കരുത്. തിക്കിള തിക്കിള. അപ്പോൾ തത്തിക്കിള കിട തിക്കിള. അത് ഒന്നേന്ന് എടുത്ത് കാണിച്ചു തരാം. ഇത്തരി കിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരികിട തട്ടി. അപ്പോൾ ഈ ഇത്തരി കിടതക ഇണ്ടൂർ തിക്കിളയിൽ നമ്മൾ ഒരടി എക്സ്ട്രാ എടുക്കുന്നുണ്ട്, പക്ഷെ അത് വായ്ത്താരിയിൽ വരുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിക്ക് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. ഇത്തരി കിടതക തക തിക്കിള അല്ലെങ്കിൽ ഇത്തരി കിടതക ഇഗണ്ടൂർ തിക്കിള, അങ്ങനെയൊക്കെ ഓർത്തേക്കുക. ഒരടി എക്സ്ട്രാ കയറി വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഓർത്തിരിക്കാം. അപ്പോൾ ഇതേ കണക്ക് ഇത്തരി കിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരികിട തട്ടി, ഈ ഒരു താളത്തിൽ തന്നെ എടുക്കണം.
അപ്പം നമ്മൾ കഴിഞ്ഞ എണ്ണത്തിൽ പഠിച്ച പോലെ തന്നെ 4 ഇത്തരി കിടതവും വെക്കണം. പിന്നെ ഒരു ഇത്തരി കിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരികിട തട്ടി. ഇത് അത്രയും കൂടെ 2 പ്രാവശ്യം എടുക്കുന്നതാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് വെച്ചാൽ 4 ഇത്തരി കിടതവും എടുക്കണം. പിന്നെ വീണ്ടും ഇത്തരി കിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരികിട തട്ടി. വീണ്ടും ഇത്തരി കിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരികിട തട്ടി. ഇത് അത്രയും കൂടെ 2 പ്രാവശ്യം എടുക്കണം. അതാണ് അതിൻ്റെ രണ്ടാമത്തെ പാർട്ട്. മൂന്നാമത്തെ പാർട്ട് എന്ന് വെച്ചാൽ 4 ഇത്തരി കിടതവും എടുക്കണം. പിന്നെ ഇത്തരി കിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരികിട തട്ടി. ഇത്തരി കിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരികിട തട്ടി. ഇത്തരി കിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരികിട തട്ടി. ഇത് മൊത്തത്തിൽ 2 പ്രാവശ്യം എടുക്കണം. അപ്പോൾ അതാണ് മൂന്നാമത്തെ പാർട്ട്. ഇത് ആരോഹണം. ഇനി അവരോഹണം രണ്ടാമത്തെ പാർട്ട് വീണ്ടും 2 പ്രാവശ്യം, ഒന്നാമത്തെ പാർട്ട് 2 പ്രാവശ്യം. ഇത് വളരെ സിമ്പിളാണ്. ഒന്നാം എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് താളം ഇല്ലാതെ എടുത്തു തരാം. അവസാനം നമുക്ക് താളത്തിലോട്ട് കയറ്റാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒന്നാമത്തെ പാർട്ട് നമുക്കെടുക്കാം. ഒന്നാമത്തെ പാർട്ട് ഇത്തരികിടതും ഇത്തരികിടത ഇത്തരികിടതും ഇത്തരികിടത ഇത്തരികിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരികിട തട്ടിയും. അടുത്ത് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അത് 4 ഇത്തരികിടതവും പിന്നെ ഇത്തരികിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരികിട തട്ടിയും. ഇത്തരികിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരികിട തട്ടിയും. അപ്പോൾ ഇത് മൊത്തത്തിൽ 2 പ്രാവശ്യം. അടുത്തത് നമ്മൾ പാർട്ട് 3. നാല് ഇത്തരികിടതവും വെച്ചതിന് ശേഷം ഇത്തരികിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരികിട താഠിയും. ഇത്തരികിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരികിട താഠിയും. ഇത്തരികിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരികിട താഠിയും. മൊത്തത്തിൽ 2 പ്രാവശ്യം എടുക്കണം.
ഇത് നമ്മളിപ്പോൾ ആരോഹണമായി. ഇനി നമ്മൾ അവരോഹണത്തിൽ പോവുകയാണ്. ഇപ്പോൾ 4 ഇത്തരി കിടതയും വെച്ച് ഇത്തരി കിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരി കിടതാഠീം. ഇത്തരി കിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരി കിടതാഠീം. ഇത് 2 പ്രാവശ്യം വെക്കണം. ഇനി നമുക്ക് 4 ഇത്തരി കിടതയും വെച്ച് ഇത്തരി കിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട തിക്കിള കിടതക തരി കിടതാഠീം. അതും 2 പ്രാവശ്യം വെക്കണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എണ്ണത്തിൻ്റെ ഏകയിൽ രണ്ടാമത്തെ എണ്ണത്തിൻ്റെ 1-ാം കാലം പൂർത്തിയായിരിക്കുകയാണ്. അത് ഒന്നേന്ന് എടുക്കണം. ഒന്നേന്ന് എടുത്ത ആൾക്കാർ അന്നല്ലേ മനസ്സിലാവുള്ളൂ. ഒന്നേന്ന് എടുക്കണം.
തരികിടതക ഇണ്ടൂർ തിക്കിള തത്തിക്കിള കിട്ട തിക്കിള കിട്ടതക തരികിടത ടീം. അപ്പോൾ ആ താളത്തിനോട് ചേർന്നൊക്കെയാണ് വായ്ത്താരി വരുന്നത്. അല്ലാതെ അതിൻ്റെ ഇടയ്ക്കും മുറയ്ക്കും അവിടുന്ന് ഇവിടുന്നും നമ്മൾ പെറുക്കിയെടുത്ത് വെക്കാൻ പാടില്ല. ആ കറക്റ്റ് കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല. അപ്പോൾ ആ താളത്തിൻ്റെ കറക്റ്റ് ചേർന്നാണ് ആ വായ്ത്താരി വരുന്നത്. അത് കണക്കെടുക്കണം. അപ്പോൾ ഇന്നത്തെ പിന്നെ ഈ രണ്ടാമത്തെ എണ്ണത്തിൻ്റെ ഒന്നാം കാലം പൂർത്തിയായിരിക്കുകയാണ്. ബാക്കി നമ്മൾ അടുത്ത പിന്നെ വീഡിയോയിൽ നമ്മളിടാം. എല്ലാവർക്കും ഞങ്ങളുടെ എളിയ നമസ്കാരം.